ഹലോ ഗായ്സ്, കണ്ടില്ലേ ഗൈസ്, എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നിങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇതേപോലൊരവസ്ഥ. എല്ലാവരും അനുഭവിച്ചില്ലെങ്കിലും കുറച്ച് പേരൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. കാരണം മാവുള്ളവർ അല്ലെങ്കിൽ മുറ്റത്ത് തന്നെ വൃക്ഷങ്ങളൊക്കെ ഉള്ളവർ അനുഭവിക്കുന്നുണ്ടാവും. ഇതാണ് കേട്ടോ നമ്മുടെ മാവ്. ഒരുപാട് മാങ്ങയുണ്ടായിട്ടാണ്. കാരണം ഇപ്പം നമ്മളിവിടെ താമസിച്ചിട്ട് ഇപ്പോൾ 6 വർഷമായി. 6 വർഷത്തിൽ താമസിക്കുന്നതിന് മുന്നാണ് ഇതിൽ മാങ്ങ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ താമസിച്ചിട്ട് 6 വർഷമായിട്ടും ഇപ്പോഴാണ് ഈ മാവൊന്ന് പൂത്തതും കായ്ച്ചതും ഈ ഒരു അവസ്ഥയിലാക്കിയതും. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, എന്താണ് ഈ മാവ് പൂക്കാത്തത്, കായ്ക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള പരാതിയായിരുന്നു. ആ പരാതിയൊക്കെ തീർത്ത് തന്നിട്ടുണ്ട് മാവ്. ഇത്രയൊന്നും ആയിരുന്നില്ല, കാണണമായിരുന്നു മുറ്റത്തിൻ്റെ അവസ്ഥ. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ മറന്നും പോയി. മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാങ്ങയുണ്ട്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചപ്പിക്കൊടിയ മാങ്ങയില്ലേ അതാണ് കേട്ടോ. നല്ല ഇത്രയും ഇതാവുള്ളൂ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചപ്പി കുടിക്കാനൊക്കെ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മാങ്ങ. ഇതിനെക്കാട്ടി വിഷമം റംബൂട്ടാൻ കൊഴിഞ്ഞ് വീണപ്പോഴായിരുന്നു. ഇപ്പോൾ കൊഴിയണില്ല, മുറ്റം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും റംബൂട്ടാൻ്റെ കൊഴിച്ചിൽ കണ്ടിട്ട്. അപ്പം എല്ലാം വൃത്തിയാക്കി ഇങ്ങനെയാക്കി സെറ്റാക്കിയിട്ടുണ്ട് മുറ്റം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.